നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. താലി ചോദിച്ചോണ്ട് അയാൾ ഇങ്ങോട്ട് വരട്ടെ. അങ്ങനെയാണെങ്കിൽ പലതും അയാൾ ഇങ്ങോട്ട് തരേണ്ടി വരും. ഡിവോഴ്സിന് മുമ്പ് കോടതി ചോദിക്കുമല്ലോ എന്തെങ്കിലും കിട്ടാനുണ്ടോന്ന്. അപ്പൊ ഞാൻ ഓരോന്ന് എണ്ണി പറഞ്ഞ് അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിരിക്കും. ഇതവൻ തന്നെയാണല്ലോ, വിനയൻ. അച്ഛൻ ഫോൺ എടുക്കണ്ട. എന്നെ 2 തവണ നേരത്തെ വിളിച്ചു. ഞാൻ ഫോൺ ഓഫ് ചെയ്ത് വെച്ചോണ്ടാവും അച്ഛനെ ഇപ്പൊ വിളിച്ചത്. അച്ഛനും ഫോൺ എടുത്തില്ലെങ്കിലേ അവനൊരു വണ്ടിയും വിളിച്ച് നേരെങ്ങി വരും. ഹലോ. ആഹാ, അനന്തം മാഷിന് മര്യാദ കുറച്ചുകൂടി ബാക്കിയുണ്ട്. മോളെ വിളിച്ചിട്ട് കിട്ടാത്തോണ്ടാ നിങ്ങളെ വിളിച്ചത്. നിനക്കെന്താ വേണ്ടത്? നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാനാ വക്കീൽ നോട്ടീസ് അയച്ചത്. ഇനി നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കോടതിയിൽ പറഞ്ഞാൽ മതി. കോടതിയിൽ പറയാനുള്ളതല്ലേ മാഷെ കോടതിയിൽ പറയാൻ പറ്റൂ. അനന്തം മാഷോടും മക്കളോടും പറയാനുള്ളത് കോടതി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്നെ പൂട്ടുമ്പോ ഞാൻ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടന്നോളൂന്ന് അച്ഛനും മക്കളും കരുതി കാണും അല്ലേ? എന്നാ തെറ്റി. ഞാൻ മാത്രമല്ല, താമസിയാതെ അവന്മാരും ഇറങ്ങും. ആസിഫും ജീവൻ രാജും. ഇനി അങ്ങോട്ട് ഞങ്ങൾ ഒരുമിച്ച് നീങ്ങാൻ തീരുമാനിച്ചിരിക്കുക മാഷെ. നീ എന്താടാ എന്നെ പേടിപ്പിക്കണം? 3 തെണ്ടികൾ ഒരുമിച്ച് വന്നാ ഒലിച്ചു പോകുന്ന കുടുംബമൊന്നും അല്ല അനന്തം മാഷിന്റേത്. തെരുവ് പട്ടികൾക്കും നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ അവകാശം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവരെ ആക്രമണകാരികളായ തല്ലിക്കൊല്ലുന്നതാ നമ്മുടെ നാട്ടിലെ രീതി. നീ നിന്റെ കൂട്ടുകാരും അത് മനസ്സിലായിക്കോളൂ. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. മാഷിപ്പം മക്കളെ അങ്ങോട്ട് ഉപദേശിക്കുന്നത് നിർത്തി അവരുടെ ഉപദേശം കേട്ട് ജീവിക്കാൻ തീരുമാനിച്ചു അല്ലേ? അപ്പൊ എനിക്ക് ജോലി കുറച്ചുകൂടി എളുപ്പമായി. എന്തായാലും മാഷും മക്കളും ഒന്ന് കരുതിയിരുന്നോ, കളി മാറാൻ പോവുക. എന്താ അച്ഛാ അയാൾ പറഞ്ഞത്? കേസ് പിൻവലിച്ച എന്നെയും മക്കളെയും അങ്ങോട്ടേക്ക് അയച്ചില്ലെങ്കിൽ കുടുംബം തന്നെ നശിപ്പിച്ച് കളയുന്നായിരിക്കും അല്ലേ? ഇപ്പോ നീയും മക്കളും മാത്രമല്ല, ഈ കുടുംബം തന്നെയാണ് അവന്റെ ലക്ഷ്യം. അതിനുവേണ്ടി അവനും മറ്റു 2 ക്രിമിനൽസും കൂടി ഒരുമിക്കാൻ തീരുമാനിച്ചിരിക്കുക. പിന്നെ മഞ്ചാടി മോള് തൽക്കാലം ഇത് അറിയണ്ട. അവൾ അറിഞ്ഞിരിക്കുന്നതല്ലേ അച്ഛാ നല്ലത്. അതേ കോളേജിൽ പോയി പഠിക്കാനുള്ള അവളുടെ ആ ആഗ്രഹം അതോടെ തീരുന്നെങ്കിൽ അങ്ങ് തീരട്ടെ. മഞ്ചാടിക്ക് വേറൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടാത്തോണ്ടല്ലേ ചേച്ചി അവിടെ തന്നെ പോവാൻ തീരുമാനിച്ചേ. അല്ലാതെ അവൾ ആ കോളേജിൽ പഠിക്കണമെന്ന് നിർബന്ധമൊന്നും പിടിച്ചില്ലല്ലോ. അതെ, ഇത്രയൊക്കെ ചെയ്തിട്ട് ഇനി വിനയനെ ഭയന്ന് മഞ്ചാടിയെ കോളേജിൽ വിടാതിരിക്കാനാവില്ല അമ്പിളി. നിങ്ങൾ ആരും പേടിക്കണ്ട. അവനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ അവൻ ചെയ്യട്ടെ. നമ്മളെ കൊണ്ട് പറ്റുന്നത് നമുക്ക് നോക്കാം.